തരൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ കോൺഗ്രസിനുള്ള അനൈക്യത്തിൽ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. ഇന്നലെ നടന്ന നേതൃയോഗം പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇതിന് ചുമതലപ്പെടുത്തി. തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതകളെ ഈ അനൈക്യം ബാധിക്കുമെന്നാണ് ലീഗിനുള്ളിലുള്ള ആശങ്ക. മുസ്ലിം ലീഗിന് യാതൊരു അതൃപ്തിയുമില്ലെന്ന് വി ഡി സതീശൻ ഇന്ന് പ്രതികരിച്ചു. തരൂരിനെ തിരുത്തേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും അതിന് തങ്ങളാരും ആളല്ല എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, വേറൊരാളാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നും ഞങ്ങളിൽ അത് അദ്ദേഹത്തിൻ്റെ ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. കെ ആർ സാജു ഒപ്പം മുഹമ്മദ് അസ്ലവും ചേർന്നു എന്നോടൊപ്പം തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നും. ആദ്യം സാജു, തരൂർ വിവാദത്തെ അവഗണിച്ചവസാനിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചോ? അവഗണിച്ച് അവസാനിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ തരൂർ പറഞ്ഞതിന് മറുപടി അതേ നാണയത്തിൽ പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ തരൂരിനെ അങ്ങേയറ്റം പരിഹസിച്ച് തന്നെ മുന്നോട്ട് പോകുക എന്ന സമീപനവും ഇതൊക്കെ പറയുമ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, തരൂരിനെ ശാസിക്കാനോ ഉപദേശിക്കാനോ താൻ ആളല്ല, തിരുത്തണമെങ്കിൽ തിരുത്താൻ തയ്യാറാകേണ്ടത് ഹൈക്കമാൻഡാണ്, വ്യവസായ പദ്ധതികളുടെ സ്ഥിതിവിവര കണക്കുകളാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയതാണ്. ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യമില്ലാത്തത് എന്ന് ഇന്നലത്തെ തരൂരിന്റെ പ്രസ്താവനയിലെ വാക്കുകൾ എടുത്തുവെച്ച് ചോദിക്കുന്നു. തരൂരിനെതിരെ സതീശൻ എന്ന തലക്കെട്ടാണ് വേണ്ടതെങ്കിൽ അത് ഞാൻ തരാൻ തയ്യാറല്ല എന്ന് പറയുകയും ഞാൻ തരൂരിന് എതിരല്ല, കണക്കുകളിലെ തെറ്റുകളാണ് ചൂണ്ടിക്കാണിച്ചത് എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം യഥാർത്ഥത്തിൽ തരൂരിനുള്ള പരിഹാസമായി തന്നെ മാറുകയാണ്. ഞാൻ തരൂരിൻ്റെ മുകളിലുള്ള ആളല്ല, താഴെയുള്ള ആളാണ്, തരൂർ തന്നെക്കാളും വളരെ ഉയർന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ആ വാചകങ്ങൾക്കിടയിൽ ഒരു കൃത്യമായ കുത്ത് തരൂരിനുള്ളത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനാൽ തന്നെ തരൂർ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ അതടഞ്ഞ അധ്യായമാണ്. പറയാനുള്ള കണക്കുകൾ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു പറയുമ്പോഴും അതിനിടയിലെല്ലാം തരൂരിനുള്ള കുത്ത് വെക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് വി ഡി സതീശൻ വിശദീകരിച്ച മറ്റൊരു കാര്യം, ഈ തരൂർ വിവാദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങളോട് ലീഗിന് അതൃപ്തി ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയും ലീഗ് ഹൈക്കമാൻഡിനെ കാണാനായി പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ലീഗിന് അതൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഒരു പ്രതികരണവും നമ്മൾ ഇന്ന് വി ഡി സതീശന്റെ ഭാഗത്തു നിന്ന് കണ്ടു. നിഷാദ്. ഓക്കെ സാജു, എന്നോടൊപ്പം അസ്ലം കൂടി. അസ്ലം, ഇന്നിപ്പോൾ വളരെ ഒരു വ്യത്യസ്തമായ പൊസിഷൻ എടുക്കുകയാണ്. തരൂരിനെ ഉപദേശിക്കുന്നില്ല, തരൂരിനോട് കണക്ക് വെച്ച് ഇനിയിപ്പോൾ കൂടുതൽ സംസാരിക്കാനുമില്ല, തരൂരിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന മട്ടിൽ മറുപടി പറയുന്നു. പരിഹാസത്തോടെ അവഗണിച്ചൊഴിവാക്കി വിവാദം അവസാനിപ്പിക്കാൻ ഞാൻ തരൂരിനെതിരെ പറഞ്ഞു എന്നുള്ള തലക്കെട്ട് വേണ്ടെന്നാണ്. ഈ ഒരു ഗെയിം ചേഞ്ച് എടുക്കുന്നതിന് പിന്നിൽ പോലും മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം പ്രവർത്തിക്കുന്നുണ്ടോ അസ്ലം? മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിവാദങ്ങൾ, ഇടയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിവാദത്തിൽ കുറേ ചർച്ചകൾ ഉണ്ടാകുന്നു. തുടർന്ന് തരൂർ വിഷയത്തിൽ നേതാക്കൾ പല തട്ടത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നു. ഇത് ഒരു തരത്തിൽ നേതൃതലത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ആണെങ്കിൽ താഴെത്തട്ടിൽ ഇതിനേക്കാൾ രൂക്ഷമായ തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ചില നേതാക്കൾ, ചില സംസ്ഥാന ഭാരവാഹികൾ തന്നെ ഉന്നയിച്ചത്, ആദ്യഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 2 ഗ്രൂപ്പുകളെ മാനേജ് ചെയ്താൽ മതിയായിരുന്നു. ഇത്തവണ 4ഉം 5ഉം ഗ്രൂപ്പുകളെ ജില്ലയിൽ പോലും മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ UDF എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ, പ്രക്ഷോഭങ്ങളോ നീക്കങ്ങളോ നടത്തുന്നതിന് വലിയ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നേതൃത്വത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ, താഴെത്തട്ടിൽ സംഘടനാ സംവിധാനത്തിൻ്റെതായ ഒരു പല വഴിയിലേക്ക് പോകുന്ന സംഘടനാ സംവിധാനങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഇനി ഭരണം എന്ന് പറയുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം കൃത്യമായി തന്നെ ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിൽ തന്നെ അറിയിക്കണം ഈ ആശങ്ക എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് ചുമതലപ്പെടുത്തിയത്. അതേസമയം മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പരസ്യമായി തന്നെ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ആശങ്ക അറിയിക്കാൻ പോകുന്നു എന്ന കാര്യം പറയില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നെ സതീശൻ ഇപ്പോൾ മറുപടി പറഞ്ഞ് ഞങ്ങളോട് ലീഗിന് ഒരു അതൃപ്തിയുമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയാൻ കാരണം സ്വാഭാവികമായിട്ട് പരസ്യമായിട്ട് പറയുക. അതേസമയം നേതാക്കളെ കാണുകയും ഈ ആശങ്ക കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. കാരണം കൃത്യമായി തന്നെ ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിലുണ്ട്. അത് മുതലെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക്
കോൺഗ്രസ് കൂടി സജീവമായി ഐക്യത്തോടെ മുന്നോട്ട് വരികയാണെങ്കിൽ മറ്റ് ഘടകകക്ഷികളൊപ്പം ചേർന്നതുകൊണ്ട് UDF അധികാരത്തിലേക്ക് വരാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴി തന്നെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളൊരു കൃത്യമായ സൂചന നൽകേണ്ടി വരും. കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി ഒരു ചോദ്യത്തിന് മറുപടി തന്നെ അദ്ദേഹം പറയും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അതേസമയം പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പറയാനും ചെയ്യാനും മുസ്ലിം ലീഗിന് അറിയാം എന്ന് പറഞ്ഞവരുടെ കൃത്യമായ സന്ദേശമാണ് പറയുന്നത്. ഇങ്ങനെ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ തർക്കങ്ങളെ പൊതുവായി കാണുകയാണോ ലീഗ് ചെയ്യുന്നത്, അതോ ഇപ്പോഴത്തെ വിഷയങ്ങളെ സ്പെസിഫിക് ആയി തന്നെ എടുക്കുന്നുള്ളൂ? തരൂർ സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ചു രംഗത്ത് വന്നാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പ്രഭവ കേന്ദ്രമെന്ന് നമുക്കറിയാം. അപ്പോൾ തരൂരിന്റെ കാര്യത്തിലടക്കം AICC വർക്കിംഗ് കമ്മിറ്റിയായ തരൂരിന്റെ കാര്യത്തിലടക്കം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശരിയാമണ്ണമുള്ള നിലപാട് സ്വീകരിക്കണം എന്നാവശ്യപ്പെടുകയാണോ ലീഗ് ചെയ്യുന്നത്? ഒരു ഘട്ടത്തിൽ തരൂരിന് വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ലീഗിന് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവ് നിലയ്ക്കുള്ള ഒരു പ്രത്യേകത കൂടി തരൂരിനെ കുറിച്ചുണ്ടായി. ഇത്തവണ തരൂരിന്റെ കാര്യത്തിൽ അവരെടുക്കുന്ന ഒരു പൊസിഷൻ എന്താണ്? തരൂരിന്റെ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ തരൂർ പ്രത്യേകിച്ച് വ്യവസായ വികസനത്തിന്റെ കാര്യത്തിൽ ഇടത് സർക്കാരിനെ പ്രകീർത്തിച്ചതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് UDF സർക്കാരുകളാണ് വ്യവസായ വികസനത്തിന് ആക്കം കൂട്ടിയത് അല്ലെങ്കിൽ വളർച്ച കൊണ്ടുവന്നത്, തന്നെ തടസ്സപ്പെടുകയായിരുന്നു LDF ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ നയം മാറിയിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് തരൂരിനെ കൃത്യമായി തന്നെ തള്ളിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലീഗ് പറയുന്നത് തരൂർ വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, പൊതുവെ സംസ്ഥാന തലത്തിൽ തന്നെ നേതൃതലത്തിലുണ്ടാകുന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം മാത്രമല്ല, താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം എത്രത്തോളം ഈ കാര്യത്തിൽ ദുർബലമാകുന്നു, സങ്കീർണമാകുന്നു, UDF കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, ഇനി വൈകരുത് എന്നൊരു തീരുമാനത്തിലേക്കാണ് ലീഗ് എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.